ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. മക്കളെ, കെമിസ്ട്രിയിൽ നമ്മളെ ഒരുപാട് കുഴപ്പിച്ച ഒരു ഏരിയയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത്. റിയാക്റ്റൻറ്റുകൾ മോളിക്യൂൾസുകളായി മാറുമ്പോൾ ഒരു റിയാക്റ്റൻറ്റ് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഈക്വൽ ആകുന്നതിനാണല്ലോ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇത് നമ്മളെ പലപ്പോഴും പല ഇക്വേഷൻസും എഴുതുന്നിടത്ത് എത്രയാണ് അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എടുക്കേണ്ടത്, എത്ര പ്രോഡക്റ്റിൻ്റെ മോളിക്യൂൾ തന്മാത്രകളാണ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മളെപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ റിയാക്ഷൻ അൺബാലൻസ്ഡ് ആയി പോകും, ചിലപ്പോൾ തെറ്റിപ്പോകും. എക്സാമിന് പലപ്പോഴും ചോദിക്കുമ്പോഴും അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് എഴുതുന്നിടത്തൊക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇത് നമുക്ക് ചെയ്ത് പഠിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമുലേഷൻ നമ്മളെ ഫെറ്റ് എന്ന് പറയുന്ന ഫെറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ റിസോഴ്സിൽ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രസകരമായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഈ ഒരു റിയാക്ഷൻ്റെ ബാലൻസിങ്ങിൻ്റെ ഒരു ഫെറ്റ് സിമുലേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്യൂരിയസ് ആണ്. നമ്മളൊരു പസിൽ ചെയ്യുന്നത് പോലെ, നമ്മളൊരു സുഡോക്ക് കളിക്കുന്നത് പോലെ ഭയങ്കര രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തിയറി നമുക്ക് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗെയിമിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ഗൂഗിളിൽ ജസ്റ്റ് ഫെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ PHET നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ളതായിരിക്കും കിട്ടുക. അതിൽ ഒരുപാട് സിമുലേഷൻസ് ഉണ്ട്. അതിൽ കെമിസ്ട്രി സിമുലേഷൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചാപ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ചെയ്ത് നോക്കി പഠിക്കാനുള്ള സംഗതി നമുക്ക് കാണാൻ സാധിക്കും. അതിലെ നിങ്ങൾക്ക് നോക്കിയാൽ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. റിയാക്റ്റൻറ്റ് പ്രോഡക്ട്സ് ലെഫ്റ്റ് ഓവർ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകും. അവിടെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. സാൻഡ്വിച്ചസ്, മോളിക്യൂൾസ്, ഗെയിംസ് എന്നുള്ളത്. എന്താണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾക്ക് കാര്യമായ ധാരണ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഓപ്ഷൻ വെച്ച് കണ്ട് അതിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ആക്കാം. നമുക്ക് ഞാൻ അതിൽ സാൻഡ്വിച്ച് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുക അല്ലേ. 2 ബ്രെഡ് വേണം അല്ലേ, ടോപ്പിലും ബോട്ടത്തിലും 2 ബ്രെഡ്. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ചീസ് വെച്ച് കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. സോ 2 ബ്രെഡ് 1 ചീസ്, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ലഭിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ റിയാക്റ്റൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ 1 ബ്രെഡ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ നമുക്കറിയാം എന്തുള്ളൂ, ഒരു ബ്രെഡ് തന്നെ ഇപ്പോൾ ആയിട്ടുള്ളൂ. 1 ചീസും എടുത്തു. സ്വാഭാവികമായിട്ടും ഇപ്പോഴും നമുക്ക് കറക്റ്റ് സാൻഡ്വിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. ഒരു റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചിൻ്റെ ബ്രെഡും 1 ചീസും തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രോഡക്റ്റ് ഉള്ളത്. പക്ഷേ എനിക്കറിയാം എന്ത് ചെയ്യണം, ഞാൻ 2 ബ്രെഡ് എടുത്തു. ഓക്കെ, 2 ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ബ്രെഡും അതിനിടയിൽ 1 ചീസും നമുക്ക് എന്ത് കിട്ടി മക്കളെ, ഒരു സാൻഡ്വിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇവിടെ കറക്റ്റ് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ, ബ്രെഡ് ബാക്കിയുണ്ടോ, ചീസ് ബാക്കിയുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും അവിടെ ഈ രൂപത്തിൽ എന്തില്ല, ബാക്കിയൊന്നും ഉണ്ടാവില്ല. റെഡിയാണല്ലോ? ഓക്കെ, ഇനി നോക്കിക്കേ, ഞാനിതാ ഇവിടെ 1 ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിച്ചു. റെഡി, 1 ബ്രെഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോഡക്റ്റായിട്ട് നേരത്തെ ഉള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ എടുത്ത ആ ഒരു ബ്രെഡ് എന്താണ്, അവിടെ ലെഫ്റ്റ് ഓവറായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, ബാക്കിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ 1 ചീസും കൂടി എടുത്തു എന്ന് വിചാരിച്ചോ, നമുക്കറിയാം ഇപ്പോഴും എനിക്ക് രണ്ടാമത്തെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്തേ, 1 ബ്രെഡും 1 ചീസും അപ്പോഴും എന്താണ് അവിടെ ബാക്കിയാണ്. എനിക്ക് എന്ത് ചെയ്യണം മക്കളെ, 1 ബ്രെഡും കൂടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ 2 ബ്രെഡിന് 1 ചീസ്, നെക്സ്റ്റ് 2 ബ്രെഡിന് അടുത്ത ചീസ്. എനിക്ക് എന്ത് കിട്ടിയടാ, 2 സാൻഡ്വിച്ചുകൾ അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായി. ഓക്കെ, 1 ചീസ് എക്സ്ട്രാ എടുത്താലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും 1 ചീസ് എന്താണ് അവിടെ ബാക്കിയാണ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ പ്രോഡക്റ്റ് കറക്റ്റ് കിട്ടും. എന്താണോ ബാക്കിയായതെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ, മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ എന്ത് പറഞ്ഞു, സാൻഡ്വിച്ച് വെച്ച് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലാണ്. ഇതേ കാര്യം നമ്മൾ മോളിക്യൂൾ വെച്ച് പോയാലോ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുക. നോക്കിക്കേ, ഇവിടെ എനിക്ക് കാണാൻ പറ്റും വാട്ടറിൻ്റെ മോളിക്യൂള് ഉണ്ടാക്കുകയാണ് നമ്മൾ. 2H2 + 1O2 gives 2H2O. ഇവിടെ എല്ലാവർക്കും അറിയാം നമുക്ക് 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 2 വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്തത്
അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. ഇത് നമുക്കെല്ലാവർക്കും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നിടത്ത് നമുക്കറിയാം ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? 4 ഹൈഡ്രജൻ ആറ്റം വേണം അല്ലേ? 2 ഓക്സിജൻ ആറ്റം വേണം. എങ്കിൽ എന്ത് കിട്ടും നമുക്ക്? 4 ഹൈഡ്രജനും 2 ഓക്സിജനുമുള്ള 2 വാട്ടർ മോളിക്യൂൾ അവിടെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിതാ നേരത്തെ പറഞ്ഞ പോലെ ഒരു H2 എടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും H2 മോളിക്യൂൾ എടുത്തു. ഇറ്റ് കണ്ടെയ്ൻ 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ മോളിക്യൂൾ എടുത്തു. ഇറ്റ് കണ്ടെയ്ൻ 2 ഓക്സിജൻ ആറ്റം. സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം എന്തേ? ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും ഫോം ചെയ്താൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവില്ല. എത്ര ഹൈഡ്രജൻ എടുക്കണം? 2 ഹൈഡ്രജൻ മോളിക്യൂൾ. 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം എന്ത് കിട്ടി? 2 വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു. ഓക്കെ, ഞാനിതാ ഇവിടെ ഒരു ഓക്സിജൻ മോളിക്യൂൾ കൂടി എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ സംഭവിക്കുക മക്കളെ? ഈ പറഞ്ഞ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്താൽ 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടായി. ഞാനിപ്പോൾ എക്സ്ട്രാ എടുത്ത ഈ ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഓക്സിജൻ കൂടി എക്സ്ട്രാ എടുത്താലോ കാര്യമുണ്ടോ? ഇല്ല. അതും അവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് ഓവർ ആയിട്ട് ബാക്കി ഉണ്ടാവും. ഒരു ഓക്സിജൻ കൂടി എടുത്തു, കാര്യമുണ്ടോ? ഇല്ല. അവിടെ ബാക്കിയായിട്ട് കിടക്കുകയാണ്. പറഞ്ഞ ഹൈഡ്രജൻ ഒരു ഓക്സിജൻ 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ബാക്കി അവിടെ ഉണ്ടാകുന്നത്. റെഡി? അപ്പോൾ നോക്കിക്കേ, ഈ പറഞ്ഞ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കൂടിച്ചേർന്ന് 2 വാട്ടർ മോളിക്യൂൾ അവിടെ ഫോം ചെയ്തത്. ബാക്കിയുള്ള 3 ഓക്സിജൻ മോളിക്യൂൾ എന്താണ്? അവിടെ ബാക്കിയാണെന്ന് ചുരുക്കം. റെഡി? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ എണ്ണം പഴയ പോലെ തന്നെ ഞാൻ ഇവിടെ മൈനസ് ചെയ്യുകയാണ്. എനിക്ക് എന്ത് ചെയ്തത്? 2 ഓക്സിജൻ മോളിക്യൂൾ എടുത്തു എന്ന് വിചാരിച്ചു. എത്ര ഹൈഡ്രജൻ വേണടാ? ഇവിടെ 2 ഓക്സിജൻ ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും 4 വേണം. 3 എടുത്തു, കാര്യമുണ്ടോ? ഇല്ല. നോക്കിക്കേ, 3 എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ 3 എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും, അത് 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടായി. ഒരു ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും വെച്ചാൽ അത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അതവിടെ ബാക്കിയാണ്. കണ്ടോ? ആ 2 എണ്ണം അതേപോലെ തന്നെ അവിടെ ബാക്കിയാണ്. റെഡി? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണടാ? ഇത് 4 എണ്ണം എടുക്കണം. കാരണം എന്തേ? 2 ഓക്സിജൻ ആണെങ്കിൽ 4 ഹൈഡ്രജൻ. അപ്പോൾ എത്ര മോളിക്യൂൾ വാട്ടർ ഉണ്ട് അവിടെ? 4 H2O ഉണ്ടായി. കണ്ടോ? 4 H2O ഉണ്ടായി. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കും. ഇനി ഇതിൽ തന്നെ ഗെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഗെയിം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചലഞ്ചസ് ആണ് സംഗതി. ഭയങ്കര രസമാണ്. എനിക്കിതാ ഇത്രയും പ്രോഡക്റ്റുകൾ അവിടെ കെമിക്കൽ ഇക്വേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. CH4 മീഥെയിൻ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അഥവാ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും. ഓക്കെ, എനിക്കിതാ ഇത്രയും പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. 2 CO2 പ്ലസ് 4 H2 അവിടെ ഉണ്ടായിട്ടുണ്ട്. 2 CO2 4 H2. അതോ ഇവിടെ ഉള്ളതിൻ്റെ ഡബിൾ പ്രോഡക്റ്റ് വേണം. 3 CH4ഉം ബാക്കി ഉണ്ടാവണം. ഒരു ഓക്സിജനും ബാക്കി ലെഫ്റ്റ് ഓവർ ആയിട്ട് അവിടെ ഉണ്ടാവണം. ഇതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ നോക്കിക്കേ, 2 CO2 പ്ലസ് 4 H2 കൊണ്ടാണ് ഇതിന് ഡബിൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കെമിക്കൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതും ഡബിൾ എടുക്കണം. അപ്പോൾ ഞാൻ ഒരു CH4 എടുക്കുന്നതിന് പകരം 2 CH4 എടുത്തു. 2 CH4 അവിടെ എടുത്തു. 2 O2 പകരം ഞാൻ 4 O2 എടുത്തു. 4 O2 എടുത്തു. ഇത് നമ്മൾ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഇതാ ഞാൻ വെറുതെ ചെക്ക് ചെയ്യാൻ കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റേ ആയിട്ടുള്ളൂ. ലെഫ്റ്റ് ഓവർ അവിടെ ബാക്കിയിട്ട് ഇതാ ചെക്ക് കൊടുത്തു. കണ്ടോ? ഇറ്റ് ഈസ് റോങ്. അപ്പോൾ ശരിയല്ല, ഇപ്പോഴും ശരിയല്ല. ഇനി ഒരു 3 CH4 അവിടെ ലെഫ്റ്റ് ഓവർ ബാക്കിയാവണം. CH4 3 ഞാൻ എക്സ്ട്രാ എടുക്കണം കേട്ടോ. 1 2 3 3 ബാക്കിയായി. ഒരു O2 ബാക്കിയാവണം. എന്താ? ഒരു O2 ബാക്കിയായി. ഇപ്പോൾ കറക്റ്റ് ആവുമോ? ചെക്ക് ചെയ്ത് നോക്കൂ. യെസ്, കറക്റ്റാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ്. കാരണം എന്തേ? 3 CH4 അവിടെ ബാക്കി, ഒരു O2 ബാക്കി. നമ്മളെ ബുദ്ധി ലോജിക്ക് എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വേറെ വേണമെങ്കിൽ P4 6H2 ഗീസ് 4PH3. ഓക്കെ, ഫോസ്ഫറസ് ഹൈഡ്രജനുമായി കൂടി ചേർന്ന് ഫോസ്ഫറസിൻ്റെ ഹൈഡ്രൈഡ് ഉണ്ടാവുകയാണ്. നോക്കിക്കേ, എത്ര എണ്ണം വേണം? 4 PH3 വേണം. 4 PH3 കിട്ടാൻ ഒരു P4ഉം 6 H2 ആണ് വേണ്ടത്. 1 2 3 4 5 6 എണ്ണായി. അപ്പോൾ ഈ പറഞ്ഞ 4 PH3 കിട്ടി. ഇനി 3 P4ഉം ഒരു H2ഉം എക്സ്ട്രാ കിട്ടണം. 3 P4 1 2 3 3 എക്സ്ട്രാ, ഒരു H2 കിട്ടണമെങ്കിൽ ഒരു ഹൈഡ്രജനും. ചെക്കായി കറക്റ്റ് ആയിരിക്കൂലേ? ഓഫ് കോഴ്സ് കറക്റ്റ് ആയിരിക്കും. റെഡി? അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഇക്വേഷൻസ് ഇവിടെ ഇങ്ങനെ ഓരോ ചലഞ്ചസ് എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ മീഡിയം ലെവൽ, ഹൈ ടഫ് ലെവലൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ
ഓക്കെ ആണോ, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സിമുലേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെ, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് സിമുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടും ഓരോ ചാപ്റ്ററിൻ്റെയും ടൈം എത്തുമ്പോൾ, ടോപ്പിക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സിമുലേഷൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിലൂടെ അവർ ചെയ്തു നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടാകും. ഭാവിയിൽ അവരെഴുതുന്ന കോമ്പറ്റീഷൻ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഇങ്ങനെയുള്ള പല സിമുലേഷൻസും വെച്ചിട്ടാണ് നമ്മൾ മനോഹരമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഇനിയും ഇത്തരത്തിലുള്ള ഫെറ്റ് മാത്രമല്ല, ഒരുപാട് ഓൺലൈൻ റിസോഴ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഠിച്ച പല കൺസെപ്റ്റുകളെയും ക്ലിയർ ചെയ്യാനും നമ്മൾക്ക് തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് നോക്കാനൊക്കെ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക്